റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ശരി. അപ്പൊ മറ്റേ 4 കൈയുള്ളതിന്റെ കലാശം മുതൽ ഡക്കു നക്ക നഗി നഗഡ് ഡം അവിടെ മുതൽ തുടങ്ങുവാണേ. ഡക്കു നക്ക നഗി നഗഡ് ഡം പകര ഖഡ്
അപ്പൊ ഇത് നമ്മള് ഈ പറഞ്ഞതുപോലെ ഒരു 15, 19, 20, 25 ഒക്കെ എല്ലാം ചെയ്യാം. അപ്പൊ നമ്മള് ഓരോ മേളത്തിനും ഈ കുഴമറിയല്, അതായത് നാട്ടിലുള്ള ഒക്കെ സാധാരണ മേളങ്ങളിൽ ഈ കുഴമറിയല് മാത്രം 3/4 മണിക്കൂർ 1 മണിക്കൂർ വരെയൊക്കെ ചെയ്യും. അതിനിങ്ങനെ കാലം കയറ്റി അപ്പൊ അത്രയും, കാരണം ഇതൊരു മൊത്തം ഒരു ഹരം പിടിക്കുന്ന ഒരു ഭാഗമാണ്. ഏറ്റവും പ്രധാന, വളരെ ഏറ്റവും കൂടുതൽ ഈ ഒരു പഞ്ചാരി മേളത്തിന്റെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരു ഭാഗമാണ് ഈ നമ്മുടെ ഈ കുഴമറിയൽ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതില് ഇപ്പൊ നമ്മളിപ്പോ നല്ലപോലെ എത്രയും ഇതിന് സാധകം ചെയ്തപ്പോ ഇതിനൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ തക്കിട്ട സാധകങ്ങളൊക്കെ നമുക്ക് നല്ലപോലെ നമുക്ക് വേണ്ടത്. നമ്മുടെ കൈ ഇങ്ങനെ ഇത് ചെയ്ത് പോണം. അപ്പൊ അത് ഇത് നമ്മളിങ്ങനെ ഓരോരോ ഇത് കഴിയുമ്പോഴും ഈ സ്പീഡ്, ഇതിന്റെ ടെമ്പോ ഇങ്ങനെ കയറി പോകുന്നത് കൊണ്ട് തന്നെയാണ് അതിന്റെ ആ ഒരു ഇത് വരേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ആണെങ്കിലും ആദ്യം അരങ്ങേറ്റത്തിനും ഇതിനൊക്കെ എന്തായാലും ഒരു മിനിമം 15 എണ്ണമെങ്കിലും ചെയ്യും. 15 മുതൽ അതിൽ കൂടി, ബേസ്ഡ് ഓൺ നമ്മുടെ ആ ഗ്രൂപ്പിന്റെ സ്ട്രെങ്ത് അനുസരിച്ചിട്ട് നമുക്ക് പിന്നെയും കയറി പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും കയറി പോവാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അതൊന്ന് ശരിയാക്കേണ്ടത്. അപ്പോ ഇത് നിങ്ങൾ എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ഇതിന്റെ ഇതൊക്കെ. അപ്പൊ അത് ഇനി നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക, ഒന്ന് ഇത് ചെയ്യുക. അപ്പൊ പിന്നെ നിങ്ങളിപ്പോൾ ഈ ഇൻ പേഴ്സൺ സെഷനൊക്കെ വെക്കുന്നുണ്ടെങ്കിലൊക്കെ അതൊക്കെ ശരിക്കും നല്ലപോലെ ഹെൽപ്ഫുൾ ആവും. കാരണം നിങ്ങൾ നല്ല ആ ഒരു ഇതിലൊക്കെ വന്ന് ഇപ്പം നമ്മളിപ്പോൾ പഠിച്ചത് മുഴുവൻ ശരിക്കും അതൊന്ന് കൊട്ടുക അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അതിനൊരു ഡിഫറൻസ് നമുക്ക് പഠിച്ചതിനൊരു ഇത് വരും. ശരിക്കും പറഞ്ഞാല് ഈ 3, 4, 5 ഇപ്പൊ പലവിടെയും 3, 4, 5 മാത്രമായിട്ട് മേളങ്ങൾ ചെയ്യുന്നവരുണ്ട്. ഈ കുഴമറിയൽ കഴിഞ്ഞ് പിന്നെ ഇനിയുള്ളത് തീര് കലാശം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കലാശമാണ്. ഒരു തീര് കലാശം എന്ന് പറഞ്ഞിട്ടുള്ള കലാശം ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും ഒരു മേളത്തിനുള്ള ഒരു കണ്ടന്റ് ഉണ്ട്. പക്ഷെ അത് നമ്മളത് ചെയ്ത് ഇങ്ങോട്ട് വലിപ്പിക്കണം, അതാണ്, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ കണ്ടിന്യൂ പ്രാക്ടീസ് ചെയ്യൂ.
എന്നിട്ട് നമുക്ക് എന്നിട്ട് സുജിത്ത് പറഞ്ഞാൽ മതി. ഒരാഴ്ചയിൽ പറയാൻ പറ്റുമോ മറ്റേ ശിവദാസ് മാഷയുടെ കാര്യം? തീർച്ചയായും അതിന് മുന്നേ പറയാം. നമ്മൾ എന്നെ എല്ലാവരും ഒന്ന് വിളിച്ചിട്ടെ. അപ്പൊ അത് എന്നിട്ട് പറയൂ. എന്നിട്ട് നമുക്ക് അതിന്റെ എന്താ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ആയിക്കോട്ടെ. ഒക്കെ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ഈ നാട്ടിലൊക്കെ ഇപ്പോൾ എല്ലാവരും പോകുന്ന സമയമാണ്, നമ്മൾ ഈ ചെണ്ട മേടിക്കുന്നതിനെ കുറിച്ച് എങ്ങനെയായി ഒരു അഭിപ്രായങ്ങൾ എങ്ങനെയായിരിക്കും നമ്മളത് എന്താ നിങ്ങള് ഏറ്റവും പഞ്ചാരികൾ ഒരു ഇതിന് ഈ ചെണ്ട റെഡിയാക്കി തരാം, നാട്ടിൽ റെഡിയാക്കി തരാം. അപ്പൊ അതായത് ഇപ്പൊ ഏതാണ്ട് ഒരു മാസമൊക്കെ, കാരണം ഇതിനൊരു പ്രോസസ്സാണ്. നിങ്ങളിപ്പോ പോയിട്ട് വെറുതെ ചുമ്മാ ഒരു കടയിൽ പോയിട്ട് അവർ ചെണ്ട തരും എന്ന് പറഞ്ഞ് മേടിച്ചിട്ട് വരാൻ പറ്റില്ല. അങ്ങനെ മേടിക്കരുത്. അപ്പൊ അറിയുന്ന അവരെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ അവരതിനെ വട്ടവും കാര്യങ്ങളും ഒക്കെ മേടിച്ച്, അതിന്റെ കുറ്റിയൊക്കെ മേടിച്ച് അതിനെ ഉണക്കി അത് കോർത്തതിന് ശേഷം അവർ 2-3 തവണ കൊട്ടി വലിച്ച്, അത് ഒരു 2-3 തവണ പ്രോസസ്സൊക്കെ വലിച്ചിട്ടൊക്കെയാണ് നമുക്ക് സാധാരണ തരിക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഇത് കുറെ നാള് നമുക്കത് നിൽക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് തയഞ്ഞു പോവും. അങ്ങനെയുള്ള കുറെ അതിന്റെ ക്വാളിറ്റി പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ കൊണ്ട് അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് അങ്ങനെ വേണം, നിങ്ങളൊരു നാട്ടിൽ പോകാൻ ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് പോകുന്നത് ആ ഒരു സമയം പറയൂ. അപ്പൊ അതിന്റെ ഒരു കുറച്ച് സമയം തന്നു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായ ഒരു സമയം വെച്ചിട്ട് അവർക്കത് റെഡിയാക്കാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ അടുത്ത വർഷമല്ലേ നമ്മുടെ അരങ്ങേറ്റം വരുന്നത്, അപ്പോൾ ആ സമയത്ത് മേടിക്കുന്നതാണോ അതോ ഇപ്പോഴേ മേടിച്ചു വെക്കുന്നത്? ടുവേർഡ്സ് അതായിരിക്കും നല്ലത്. കാരണം ഇപ്പോഴേ മേടിച്ച് വെക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ മേ ബി അതിന്റെ ക്ലോസർ ടു ആ ഒരു സമയം, ഒരു 2-3 മാസം മുന്നേ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന പോലെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വന്നിട്ട് അത് പ്രാക്ടീസും ഒക്കെ ചെയ്യാം, അതെല്ലാം ചെയ്യാം. അതാണ് ഐഡിയൽ. പിന്നെ അതല്ല, നേരത്തെ നിങ്ങൾക്കൊന്ന് കൊട്ടി ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ ദർ ഇസ് എ ഹൈ ചാൻസ്, ഐ ഡോണ്ട് നോ, ഒരു വർഷം ഒരു 5-6 മാസം ഒന്നും കുഴപ്പമൊന്നും ഡെഫിനറ്റ്ലി വരില്ല. പക്ഷെ ചിലപ്പോ അതൊന്ന് ടൈറ്റൻ ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ ശിവദാസ് മാഷിൻ്റെ അടുത്ത് ഇത് സംസാരിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു. അപ്പം മാഷും പറഞ്ഞ എല്ലാവർക്കും ചെണ്ട വേണമല്ലോ മോസ്റ്റ്ലി നമ്മുടെ ടീമിൽ. അപ്പോൾ മാഷ് പറഞ്ഞ് ഇപ്പോഴും നാട്ടിൽ മഴക്കാലമായ കാരണം എന്തോ അല്ലേ ചെണ്ട കിട്ടുന്നില്ല, ഉണങ്ങി കിട്ടില്ല, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു മാഷ്. നല്ല ഇപ്പോ ആക്ച്വലി മഴ കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഈ മഴ ഒന്നാമത്തത് ഇതെല്ലാം ഇറ്റ്സ് ഓൾ ഇതിന്റെ വട്ടം എന്ന് പറയുന്നത് അവർ ഒരു ഉണക്കി എടുക്കുന്നതാണ്. അത് പ്രോപ്പർ ആയിട്ടുള്ളൊരു ഉണങ്ങാതെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ അത് വലിച്ചാല് നിക്കില്ല, അത് പൊട്ടിപ്പോവും. അങ്ങനെയുള്ള കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ അത് ഈ മഴ കഴിഞ്ഞിട്ട് ആ ഒരു പ്രോസസ്സ് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അതെ അതെ. അപ്പൊ എല്ലാരും ഈ ജൂൺ സമയത്ത് നാട്ടിലും പോകുന്നത് അതാണ് ഇവിടുത്തെ വെക്കേഷൻ ടൈം, അതിന്റെ ഒരു പ്രശ്നമാണ്. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടോ, നാട്ടിൽ പോകുന്നുണ്ടോ? ജൂലൈയില് ഞാനും ജൂലൈയിൽ പോകുന്നുണ്ട് നാട്ടില്. മോസ്റ്റ്ലി എല്ലാരും പോകുന്നുണ്ടോ? ഓ അത് ശരി. ജൂലൈയിൽ അങ്ങനെ കുറെ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ജൂലൈ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം ഒരു ബ്രേക്ക് കൊടുക്കാം. ആക്ച്വലി കുറെ ക്ലാസ്സുകൾ ചിലപ്പോൾ അല്ലെങ്കിൽ മിസ്സാവും ബിക്കോസ് ഓഫ് ഈ ഹോളിഡേ ഒക്കെ കൊണ്ട്. അപ്പൊ നിങ്ങള് കൂടുതൽ ആൾക്കാർ പോകുന്ന സമയം ഏതാണോ അത് ആ സമയത്ത് നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ഞാനും ജൂലൈ ഇല്ല. ഓക്കെ. നാട്ടിൽ പോവാ. ആണോ? രാജേഷ് നാട്ടിലാണ്. അജീഷ, ഞാന്, സുജിത്ത്, വേറെ പിന്നെ ഇപ്പൊ ആബ്സെന്റ് ആയിട്ടുള്ള അവരോട് അറിയില്ല അവരെങ്ങനെയാണെന്ന്. അത് നമുക്ക് ചെയ്യാം എന്തായാലും. അല്ല, P1 എനിക്കും ശിവദാസ് മാഷ്ക്കും ഉണ്ട് കോൺഫ്ലിക്റ്റുകളും കാര്യങ്ങളൊക്കെ. അപ്പൊ അതെല്ലാം കൊണ്ട് എനിക്ക് തോന്നുന്നു ടൈമില് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടി വരുമോ ഇവിടെ? അങ്ങനെയാണെങ്കിൽ എനിക്കറിയില്ല എല്ലാവരുടെയും. മാഷ് എവിടെയായ കാരണം അല്ലേ ശിവദാസ് മാഷിന്റെ റെക്കോർഡിംഗ്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ എന്തായാലും ഈ വൈകുന്നേരം അല്ലേ പറ്റുള്ളൂ. നിങ്ങൾക്കിപ്പോ